ഇപ്പോൾ പാലാ നഗരസഭയിൽ നിർണായക ശക്തിയാകാൻ പുളിക്കക്കണ്ടം ഫാമിലി LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ഭരണത്തിൽ പുളിക്കക്കണ്ടം ഫാമിലി നിർണായകമാകും. ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു, മകൾ ദിയ ബിനു എന്നിവർക്കൊപ്പം ടോബി ജോൺസൺ ചേരുകയാണ് തത്സമയം നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ടോബി. ഇപ്പോൾ പാല ആര് ഭരിക്കുമെന്ന് പുളിക്കക്കണ്ടം ഫാമിലി തീരുമാനിക്കുമെന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ആ കുടുംബത്തിൽ നിന്നുള്ള പുതുതലമുറക്കാരിയിൽ നിന്ന് കൂടെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ടോബി ചോദിക്കൂ. ആദ്യം കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ വക അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞേക്കാം. എന്തായാലും അഭിനന്ദനങ്ങൾ നൽകിയിട്ടുണ്ട്. 3 പേരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ 3 പേരും സ്ഥാനാർത്ഥികളാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതായത് തുല്യമായി നഗരസഭ വരുന്നു, അവിടെ നിർണായക ശക്തികളായി 3 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിക്കുമോ? അതൊക്കെ സാധ്യമാണോ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ നടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തന്നെ നടന്നിരിക്കുന്നു. ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല, എതിരാളികൾ പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല ഇങ്ങനെ ഒരു വിജയം. എന്തായാലും പാലാ നഗരസഭയിൽ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് പുളിക്കക്കണ്ടം ഫാമിലി. ആദ്യം തന്നെ നമുക്ക് ബിനു പുളിക്കക്കണ്ടത്തോട് ചോദിക്കാം, എന്താണ് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് പാലാ നഗരസഭ മാറാനുള്ളൊരു കാരണം? അത് തന്നെ ആദ്യം ചോദിക്കാം. മാറ്റത്തിലേക്ക് ഒന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ 3 പേര് ജയിച്ചതാണോ? അല്ല, പാലാ നഗരസഭ തന്നെ മാറിയില്ല. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ പരാജയമുണ്ട്. പിന്നെ അവർ മുമ്പോട്ട് വെച്ച ആശയങ്ങളിലെ പാളിച്ചകളുണ്ട്. അതൊക്കെ ആയിരിക്കാം അവർ നിലവിലെ ഭരണസമിതി നഗരസഭ നിലവിൽ വന്ന 1952 മുതൽ ഭരണത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഭരണം നിയന്ത്രിച്ചിരുന്നവരെ ജനം തിരസ്കരിച്ചു. അതാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ജോസ് കെ മാണിയെ വിമർശിച്ചതിനാണ് CPM പുറത്താക്കിയത് താങ്കളെ. ആ സാഹചര്യം, അന്ന് താങ്കൾക്ക് ലഭിക്കേണ്ട നഗരസഭാ ചെയർമാൻ സ്ഥാനം അതിനെ തടയിട്ടു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനമായിട്ട് വന്ന ഒരു അലിഗേഷൻ. അതായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഒരു ചെയർമാനാകാനുള്ള നഗരസഭ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അന്നത്തെ അതിനുള്ള ഒരു മധുര പ്രതികാരമാണോ ഇത്? മധുര പ്രതികാരം എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, പ്രതികാരം വീട്ടാനുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് തർക്കമില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു വിജയത്തെ ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം പൂർണ്ണമായി അംഗീകരിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും ഇതുപോലെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതിനോടകം ഇപ്പോൾ 3 പേര് നിങ്ങൾ ജയിച്ചു, നിർണായക ശക്തിയെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിച്ചോ? 2 മുന്നണികൾക്കും സമീപിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും സമീപിച്ചു? 100% 2 കൂട്ടരും സമീപിച്ചെന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആലോചിച്ചില്ല. 2 കൂട്ടരും ഇന്നലെ തന്നെ ബന്ധപ്പെട്ടു. അതായത് LDF എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് M ആണ്, ജോസ് കെ മാണിയും കൂട്ടരുമാണ്. അവർ അടക്കം സമീപിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ജോസ് കെ മാണി സമീപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സംവിധാനത്തിൽ നിന്ന്, ആ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ സമീപിച്ചു, ബന്ധപ്പെട്ടു, സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ UDF-ൻ്റെ ആൾക്കാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ അതിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. അതാണ് വസ്തുത. മറ്റൊരു കാര്യം കൂടി സ്മിത പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്, വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. ഒരു പക്ഷേ നഗരസഭ ഇത്തവണ നഗരസഭ അധ്യക്ഷയാകാൻ പോലും സാധ്യതയുള്ള ഒരാളാണ്. എങ്ങനെ തോന്നുന്നു ഈ വിജയം? ആദ്യം തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും പ്രാർത്ഥിച്ചവർക്കും വേണ്ടി എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ വീടുകളിൽ പോയപ്പോഴാണെങ്കിലും വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, എനിക്ക് ജയിക്കാൻ പറ്റിയത്. സഹോദരന്റെ ഈ ഒരു ഉദ്യമത്തിന് കൂടെ എല്ലാ പിന്തുണയും നൽകിയ ഒരു വ്യക്തിയാണ്. ജയിച്ചപ്പോൾ എന്ത് തോന്നി? തീർച്ചയായിട്ടും സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. കാരണം വാർഡുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന അതിലൊക്കെ ഉപരി എന്തോ ഈ വാർഡുകൾക്ക് ചെയ്യാൻ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന ഒരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് മണിസാറിന്റെ പാല എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പാലായിൽ വിധി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നിർണായക ശക്തിയായിരിക്കുന്നത് ഇപ്പോൾ പുളിക്കക്കണ്ടം ഫാമിലിയാണെന്ന് കൂടി പറയേണ്ടി വരുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം വരും മണിക്കൂറുകളിൽ തന്നെ ഇവരെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത, അനുജ. അപ്പോൾ പാലാ നഗരസഭ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന 3 പേരെയാണ് കണ്ടത്. അതിൽ തന്നെ ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധി ദിയ, ജെൻസിയുടെ ഒരു പ്രതിനിധിയാണ്. എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ? എനിക്ക് തോന്നുന്നു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA കഴിഞ്ഞിട്ട് ഇപ്പോൾ MBA ഒക്കെ പഠിക്കാനായിട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ദിയ. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പുതിയ തലമുറയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ നമുക്ക് ഭാവി ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അത് വളരെ പ്രധാനം തന്നെയാണ് ക്രിസ്റ്റീന. കാരണം ചില ആളുകളെങ്കിലും പറയാറുണ്ട് പുതിയ തലമുറയ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അതങ്ങനെയല്ല. അവർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ
ഇങ്ങനെയൊക്കെ നോക്കി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.